ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. മിഥുനക്കൂറുകാർക്ക് ജൂലൈ മാസത്തെ ഫലമാണ് പറഞ്ഞത്. ജൂലൈ മാസത്തിൽ മിഥുനക്കൂറുകാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. മിഥുനക്കൂറിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും വ്യാഴവും, 2-ൽ ബുധനും, 3-ൽ കേതുവും ചൊവ്വയും, 4 തൊട്ട് 8-ാം ഭാവം വரைക്കും ശുദ്ധമാണ്. അതായത് ഗ്രഹങ്ങളില്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ 9-ാം ഭാവത്തിൽ രാഹു, അതായത് ത്രികോണ ഭാവത്തിൽ നിൽക്കുന്ന രാഹു, കേന്ദ്രത്തിൽ നിൽക്കുന്ന ശനി, അതായത് 10-ാം ഭാവത്തിൽ ശനി, അതായത് കണ്ടക ശനി എന്ന് തന്നെ പറയാം. 12-ൽ ശുക്രൻ അനുകൂലം തന്നെയാണ്. അപ്പോൾ ഇവർക്ക് പൊതുവെ ചുരുക്കി പറയുകയാണെങ്കിൽ ശനിയുടെ അഭാവം കുറച്ചുണ്ടാവും. അത് കാരണം കൊണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന കുറേ ബുദ്ധിമുട്ടുകളെല്ലാം മാറി നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കണ്ടക ശനിക്ക് ഉള്ള പരിഹാരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശനിക്കുള്ള പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ നീരാഞ്ജന, നെയ്വിളക്ക്, ഇവ എല്ലാ ആഴ്ചയിലും പറ്റുന്ന ആഴ്ചയിൽ, അതായത് ശനിയാഴ്ച ദിവസം പറ്റുന്ന എല്ലാ ആഴ്ചയിലും നടത്തുന്നത് ഉത്തമമാണ്. ഇപ്പോൾ ശനിയാഴ്ചയിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ നടത്തുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എല്ലാ ദിവസങ്ങളിലും നടത്താവുന്നതാണ്. ശനിക്ക് പ്രധാനമുള്ള കാര്യം ശനിയാഴ്ച ചെയ്യുന്നത് ഉത്തമമാണ് എന്നുള്ളതാണ് പറയുന്നത്. ശാസ്താവിങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇതെല്ലാം വഴിപാട് നടത്തുന്നത് വർഷം തൊഴിൽ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറി വരുന്നതാണ്. ഇതുവരെ ഒരുപാട് ശുക്രനും രാഹുവും അതുപോലെ തന്നെ ഇവരുടെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം മാറിപ്പോയി. ഇപ്പോൾ കണ്ടകശനി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശനിക്കുള്ള പരിഹാരമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ദോഷങ്ങൾ മാറി തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, വർധനവുണ്ടാവും, തൊഴിൽപരമായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും. സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന ചിലർക്കെല്ലാം സ്തംഭിച്ചു പോയ തൊഴിലെല്ലാം തുടക്കം കുറിക്കുവാനുള്ള സാധ്യതകളും, പുതിയ തൊഴിൽ മേഖലകളിലേക്ക് പോകുന്നവർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് ജാതകം ഉണ്ടെങ്കിൽ ജാതക പരിശോധന ചെയ്യുക. അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരമായിട്ടുള്ള സംഖ്യകളെല്ലാം എടുത്ത് ചെയ്യുന്നതും ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് ജാതകം ഉണ്ടാവില്ല, ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ ജനിച്ച സമയം അറിയില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സമയം ഉണ്ടെങ്കിൽ ജാതകം ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ജാതകം കണ്ടുപിടിക്കാൻ പറ്റും, ദശാകാലം കണ്ടുപിടിക്കാൻ പറ്റും, അപഹാരകാലം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ടൈമൊന്നും വലിയ കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് സംഖ്യാനാമം തിരഞ്ഞെടുക്കാവുന്ന സംഖ്യാനാമപ്രകാരമായിട്ടുള്ള ഒത്തിട്ടുള്ള വിപണിയിലുള്ള ജ്യോതിഷ സംബന്ധമായ സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ജ്യോതിഷവും ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു വരുന്നുണ്ട്. അത് കാരണം അതും കൂടി ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് ഉചിതപരമായിട്ടിരിക്കും എന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ധനസ്ഥാനത്ത് നിൽക്കുന്നത് ബുധനാണ്. 2-ാം ഭാവത്തിൽ ചൊവ്വയുടെ അഭാവം പോയി ബുധൻ കയറി വന്നപ്പോൾ 2-ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത്. അത് ഈ രാശിയാധിപം കൂടിയാണ്. അതായത് ഈ രാശിയാധിപം എന്ന് വെച്ച് പറഞ്ഞാൽ മിഥുന രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം കൂടിയാണ്. രാശിയാധിപൻ തന്നെ പറയാം. അതായത് ലഗ്നാധിപനും 4-ാം ഭാവത്തിൻ്റെ, അതായത് മിഥുനൻ രാശിയുടെ 4-ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയായിട്ടുള്ള 4-ാം ഭാവം എന്ന് പറയുമ്പോൾ ഭവനം മാതാസുഹൃമാതൃ ഭവന ക്ഷേത്രം സ്വഭാവം അങ്ങനെയാണ്. ആ ഭവന സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ധനസംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും അതുപോലെ തന്നെ സുഖസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ക്ഷേത്ര സംബന്ധമായിട്ടും ക്ഷേത്രം പറഞ്ഞ ഭവന സംബന്ധമായിട്ടും എല്ലാം ഉചിതകരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. അപ്പോൾ ധനവരുമാനത്തിൽ, അതായത് തൊഴിലിൽ ഇതുവരെ സ്തംഭനാവസ്ഥയുള്ളവർക്ക് തൊഴിൽ വരികയും അതിലൂടെ തന്നെ വർധന ഉണ്ടാവുകയും ധനം വരികയും, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടെങ്കിൽ കലഹങ്ങൾ മാറി കുടുംബ ഭദ്രത കൈവരിക്കുവാനുള്ള സാധ്യതയും, വാക്ക് തർക്കങ്ങളെല്ലാം ഉള്ള കുടുംബങ്ങളിലാണെങ്കിൽ വാക്ക് തർക്കത്തിനെല്ലാം മാറി ഐക്യത, സംസാര വിഷയങ്ങൾ കുറച്ച് കൊണ്ടുവരാനുള്ള സാധ്യതയും, സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധികളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സഹായ സ്ഥാനത്തിൽ കേതുവും ചൊവ്വയും കൂടെ നിൽക്കുന്നത്. സഹായ സ്ഥാനത്ത് പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് വലിയ കുഴപ്പമില്ല. 2 പാപഗ്രഹങ്ങളാണ്, അത് കാരണം കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ സഹായ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ആണ് സൂര്യനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ സഹായഹസ്തങ്ങൾ ഇഷ്ടംമാരി വരുവാനുള്ള സാധ്യതയുണ്ട്. സഹോദര ബന്ധങ്ങൾ ദൃഢമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭവന നിർമ്മാണം വല്ലതും വയ്ക്കുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ പറ്റിയ സമയം തന്നെയാണ് നിങ്ങൾക്ക് ഭവന സമ്മാനം വരുന്നത്. അതുപോലെ തന്നെ സ്ഥാനഭ്രംശങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതകളുണ്ട്. ഭവനത്തിൽ നിന്ന് സ്ഥാനഭ്രംശം വരിക, അല്ലെങ്കിൽ തൊഴിൽ നിന്ന് സ്ഥാനഭ്രംശം വരിക അങ്ങനെയുള്ള സാധ്യതയുണ്ട്. നല്ല തൊഴിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവർക്കാണെങ്കിൽ തൊഴിലിൽ നിന്ന് സ്വയം സ്ഥാനഭ്രംശം വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. സ്വയം സ്ഥാനഭ്രംശം പറഞ്ഞാൽ നമ്മൾ തൊഴിൽ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ തൊഴിലിന് വേണ്ടി നിൽക്കുന്നത് അത്ര ഉചിതമല്ല. ഇപ്പോൾ ഉള്ള തൊഴിൽ തന്നെ തുടർന്ന് പോകുന്നതാണ് ബുദ്ധി എന്നാണ് പറയുന്നത്.
സ്ഥാനഭ്രംശം പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കെല്ലാം പെട്ടെന്നുള്ള സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ സ്ഥാനഭ്രംശം ആഗ്രഹിക്കാത്തവരാണെങ്കിൽ മഹാവിഷ്ണുവിൽ പരിഹാരം നടത്തണം. മഹാവിഷ്ണു ജന്മ വ്യാഴനാണ്. മഹാവിഷ്ണുവിൽ പരിഹാരം നടത്തി കഴിഞ്ഞു പറഞ്ഞാൽ സ്ഥാനഭ്രംശം പരമാവധി ഒഴിഞ്ഞു കിട്ടും എന്നാണ് പറയുക. അതുപോലെ തന്നെ നിൽക്കുന്ന വ്യാഴത്തിന് കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് 23-25 ദിവസം വരയ്ക്കും മൗഢ്യം സൂര്യനോടൊപ്പം നിൽക്കുന്ന കാരണം മൗഢ്യം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം സൂര്യന് കുറച്ച് മൗഢ്യം വരാനുള്ള സാധ്യതയുള്ളത് കാരണം കുറച്ച് ബലക്ഷയം കുറയും. അപ്പോൾ അതിൻ്റെ കാഠിന്യം കുറയും എന്നെ പറയാം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മഹാവിഷ്ണുവെങ്കിൽ സഹസ്രനാമ അർച്ചന ഏറ്റവും കുറഞ്ഞത്. അതിൽ കുറച്ച് കൂടിയതാണെങ്കിൽ പാൽപായസം, തുളസിമാല, മഞ്ഞപ്പട്ട്. അതിൽ കുറച്ച് കൂടിയതാണെങ്കിൽ ദിവസ പൂജ എന്നിവ നടത്തുന്നത് ഉത്തമപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന പക്ഷം വന്നിട്ട് സ്ഥാനഭ്രംശം നമുക്ക് ഒരുവിധം തടയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം കിട്ടുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദേശത്തിൽ നിന്ന് സ്വദേശത്തിലേക്ക് മടങ്ങാം എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് അത്ര അനുകൂലപരമല്ലാത്ത സമയമാണ്. അത് കാരണം ആലോചിച്ചെല്ലാം തീരുമാനിക്കുക. വിദേശത്ത് നിന്ന് മറ്റൊരു വിദേശത്തേക്ക് പോകാൻ ധനസംബന്ധമായിട്ട് ഉള്ള പണമിടപാടുകൾ നടക്കുന്നവർക്ക് അത്ര ഉചിതപരമായിട്ടുള്ള സമയമല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ധനപരവും മറ്റുള്ള കാര്യത്തിനും വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും തന്നെ പൂർവിക സ്വത്തിൽ നിന്നും ധനം കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പൂർവിക സ്വത്തിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുതിർന്നച്ചന്മാരായിട്ടുള്ള സമ്പാദിച്ചിട്ടുള്ള ഷെയറുകളിൽ നിന്നും ഷെയർ കിട്ടുവാനും അതുപോലെ തന്നെ ഭാര്യമായിട്ടുള്ള ഷെയർ കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള തൊഴിലെടുക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള കാലമാണ്. അതുപോലെ തന്നെ സ്റ്റീൽ സംബന്ധമായിട്ടും മോട്ടോർ സംബന്ധമായിട്ടും മെക്കാനിക്കൽ സംബന്ധമായിട്ടും ഇരുമ്പ് സംബന്ധമായിട്ടും മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ച് സൂക്ഷ്മത കൈവരിച്ച് ശാസ്താവിന് ഞാൻ നേരത്തെ പറഞ്ഞ എള്ളുതിരിയും നെയ്വിളക്കും വഴിപാടായിട്ട് നടത്തുന്ന പക്ഷം ആ ദോഷങ്ങൾ കുറഞ്ഞു വരും. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ കണ്ടകസേനയുടെ അഭാവമുള്ള കാരണം കൊണ്ട് തന്നെ ഇത് ചെയ്തു വരുന്നത് വളരെ ഉത്തമപരമായിരിക്കും എന്നുള്ള നാശനഷ്ടങ്ങൾ പൊതുവെ വരാതെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യം നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയാം. ക്ഷേത്ര ദർശനം ഉണ്ടാവും, പുണ്യ ദർശനം ഉണ്ടാവും. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് യോഗം ഉണ്ടാവും, വിദേശ യാത്രയ്ക്ക് പോയിട്ട് വരുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടക്കുവാനുള്ള സാധ്യതയെല്ലാം ഈ മാസത്തിൽ കാണുന്നുണ്ട്. പൊതുവെ കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ട്. വിദ്യാർത്ഥികൾക്കും സന്താനങ്ങൾക്കും ഐശ്വര്യ അഭിവൃദ്ധിയും വരുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട് അതിൽ സന്തുഷ്ടി വരുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. പൊതുവെ കർമ്മരംഗത്തിൽ നിന്നും പോയ മാസങ്ങളെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ വളരെ ഉചിതകരമായിട്ടുള്ള കർമ്മരംഗം പുരോഗതിയിൽ വരുവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകൾ കാണുന്നുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ്. അവരവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ലീവ് കിട്ടാത്തവർക്കാണെങ്കിൽ ലീവെല്ലാം കിട്ടി വരുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സേനാധിപത്യത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ജോലി ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ അതിൽ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർക്കും ആ ജോലി കിട്ടുവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ചൊവ്വ 3-ലാണ് നിൽക്കുന്നത്. അത് കാരണം നിയമസംബന്ധമായിട്ടുള്ള കരുക്കൾ അല്ലെങ്കിൽ നിയമസംബന്ധമായിട്ടുള്ള പറഞ്ഞാൽ കേസ് വഴക്കുകളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒത്തുതീർപ്പാകാനും അല്ലെങ്കിൽ അത് സക്സസ് ആയി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സേനാധിപത്യം വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും മിലിറ്ററി ആണെങ്കിലും അതുപോലെ തന്നെ മിലിറ്ററി മാത്രമല്ല നാവികസേന, കരസേന, വ്യോമസേന എന്നിവ വേണ്ട അങ്ങനെയുള്ള സേനാധിപത്യം വഹിക്കുന്ന എല്ലാവർക്കും ഉചിതപരമായിട്ടുള്ള സമയമാണ് കാണുന്നത്. കാരണം ചൊവ്വയുടെ അഭാവം 2-ാം ഭാവത്തിൽ ഉണ്ടായിരുന്നത് വളരെ ദോഷകരമായിരുന്നത് മാറിയത് കൊണ്ട് വളരെ ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. അവർക്കും ഗുണകരമായിട്ടുള്ള സമയം. അതുപോലെ തന്നെ സയൻസ് സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവിടെ നിന്ന് രാഹു എല്ലാം മാറി, കർമ്മസ്ഥാനത്ത് രാഹു മാറി ത്രികോണസ്ഥാനമായിട്ടുള്ള 9-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്തിന് ഭാഗ്യസ്വത്ത് വഴിപാട് നടത്തുന്ന വർഷം ദോഷകരമാണ് മാറ്റം. മെഡിക്കൽ സ്റ്റുഡൻറ്റുകാർക്കും ഗുണകരമായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ മെഡിക്കൽ സ്റ്റുഡൻറ്റിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്കും നീറ്റ് പരീക്ഷയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം കിട്ടുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയാണ് അവർക്ക് എൻട്രൻസ് എക്സാം എല്ലാം വരികയാണെങ്കിൽ അതിൽ നിന്നും പാസ്സാകാനുള്ള സാധ്യതയും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ അതുപോലെ തന്നെ സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ ഗവേഷണ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ
IT സംബന്ധമായിട്ടുള്ള മേഖലയിൽ, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഓൺലൈൻ സംവിധാന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉചിതപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് മിഥുനക്കൂറുകാർക്ക് പൊതുവെയുള്ളത്. മിഥുനക്കൂറുകാർ കുറേ കാലം കഷ്ടകാലം തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുറച്ചൊരു നിവൃത്തി സ്ഥാനം വരുന്ന ഒരു മാസമായിട്ട് ജൂലൈ മാസത്തെ കണക്കാക്കാം. നമസ്കാരം.